വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൂരത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. 6 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. അത്താണി വ്യവസായ എസ്റ്റേറ്റിലെ അനധികൃത മരംമുറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി കമ്മീഷൻ ചെയ്തത്. മലയാളത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും വ്യക്തമാക്കി. രാജ്യത്തിന്റെ തുറമുഖ നഗരങ്ങൾ വികസിത ഭാരത് സങ്കല്പത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് വിഴിഞ്ഞം തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, ശശി തരൂർ MP തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റി ഇതിലെല്ലാം കേരളത്തിന്റെ പങ്ക് മഹത്തരമാണ്. केरला से अरब सागर के रास्ते दुनिया के अलग अलग देशों से ट्रेड होता था. यहां से जहाज व्यापार के लिए दुनिया के कई देश. പൂരത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. അരമന ബിയർ ആൻഡ് വൈൻ, ഹോട്ടൽ സീ ഫോർട്ട്, ഹോട്ടൽ ആലിയ, ഒറോട്ടി കിഴക്കുംപാട്ടുകര, താജിൻ, കുക്ക് ഡോർ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും പിടികൂടിയത്. ബിരിയാണി, ചിക്കൻ, മീൻകറികൾ, പൊറോട്ട മാവ് തുടങ്ങിയവ പിടികൂടി. പൂരത്തിന് മുന്നോടിയായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലാണ് ഇവ പിടികൂടിയത്. ഇതിലെ 3 ഹോട്ടലുകളിൽ നിന്ന് മുൻപ് നിരവധി തവണ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയതാണെന്നും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്നും വിദേശത്തുനിന്ന് പോലും ഇവിടെ പൂരം ആസ്വദിക്കാൻ വരുന്നവർ വളരെയധികമാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം നല്ലത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുക. ഒരു കാരണവശാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. 6 ഹോട്ടലുകളാണ് ഇപ്പോൾ നമ്മൾ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ഡ്രൈവ് തുടരും. പൂരം അവസാനിക്കുന്നത് വരെ എത്ര വലിയ ഹോട്ടലായാലും ചെറിയ ഹോട്ടലായാലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം തട്ടുകടകൾ, ഈ തട്ടുകടകളിലും പല ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഇല്ലാതിരിക്കാൻ അവരും നമ്മൾ ഈ റൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഭക്ഷണം കൊടുക്കണം, അതേപോലെ സന്തോഷമായിട്ട് തൃശ്ശൂരിൽ നിന്ന് പോകണം എന്നുള്ള ഒരാശയത്തിൻ്റെ ഭാഗമായാണ് ഈ ഡ്രൈവ് നടത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ സഹകരിക്കണം. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്ഥാപനത്തിന്റെ പേര് സഹിതം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രദർശിപ്പിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മേയർ അറിയിച്ചു. അത്താണി വ്യവസായ എസ്റ്റേറ്റിലെ അനധികൃത മരംമുറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ K അജിത് കുമാർ ആവശ്യപ്പെട്ടു. വ്യവസായ എസ്റ്റേറ്റിൽ സിഡ്കോയുടെ പ്ലോട്ട് അനുവദിച്ച സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും നിന്നിരുന്ന തേക്ക്, വേങ്ങ തുടങ്ങിയ മരങ്ങൾ സിഡ്കോയുടെയോ വനം വകുപ്പിന്റെയോ അനുമതിയില്ലാതെ മുറിക്കുകയും സിഡ്കോയുടെ റോഡിനരികിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് രാത്രിയിൽ കടത്താൻ ശ്രമിക്കുകയും ഉണ്ടായി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സംഭവം വിവാദമായപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മുറിച്ചിട്ട മരങ്ങളുടെ അളവെടുത്തു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അജിത് കുമാർ ആവശ്യപ്പെട്ടു. ഒരുപാട് തേക്ക്, വേങ്ങ തുടങ്ങിയിട്ടുള്ള മരങ്ങൾ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് മുഴുവൻ ഇവിടെ വ്യവസായ സിഡ്കോൻ്റെ ഇതിൽ നിന്ന് ആളുകൾക്ക് നൽകിയ സ്ഥലത്ത് നിന്നിരുന്ന മരങ്ങളും റോഡിൽ നിന്നിരുന്ന മരങ്ങളും ഒക്കെയാണ് ഇവിടെ മുറിച്ചിട്ടുള്ളത്. ഈ മുറിച്ചിട്ട് മുഴുവൻ അനധികൃതമായിട്ടാണ്. ഇവിടുത്തെ മരം മുറിക്കണമെങ്കിൽ സിഡ്കോനെ അറിയിക്കണം, അനുമതി വാങ്ങണം, ഫോറസ്റ്റിൻ്റെ വാല്യുവേഷൻ എടുക്കണം.
എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് മുറിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് അനധികൃതമായി മുറിച്ച് ഇവിടെ സിഡ്കോൻ്റെ സ്ഥലത്ത് കൊടുത്തിട്ട് സൂത്രത്തിൽ ഇവിടുന്ന് കടത്താനുള്ള ശ്രമം നാട്ടുകാർ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്തിയതാണ്. പൊതുമുതൽ ഇങ്ങനെ കിടക്കുന്നതൊക്കെ എത്രയോ ഇതിപ്പോൾ ആളുകൾ അറിഞ്ഞതുകൊണ്ട് ഇത് വാർത്തയായി. അതല്ലെങ്കിൽ ഒരുപാട് ഈ സിഡ്കോയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളിൽ പൊതു സ്വത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. മാനേജിംഗ് ട്രസ്റ്റി ഒ ജെ ഷാജൻ, ട്രസ്റ്റിമാരായ കെ ജെ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. പാവറട്ടി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് അവലോകന യോഗം ചേർന്നു. അവലോകന യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷത വഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും റോഡ് ഗതാഗതം, കുടിവെള്ളം, പോലീസ് എന്നിവയെ സംബന്ധിച്ചും തീർത്ഥകേന്ദ്രം അധികൃതരുമായി ചർച്ച നടത്തി. റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, പഞ്ചായത്ത് പ്രസിഡന്റ് M. റജീന, ഗുരുവായൂർ ACP TS സിനോജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ACP തന്നെ പ്രത്യേകമായ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി വളണ്ടിയർമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും റോട്ടിലന്ന് ധാരാളമായിട്ട് ട്രാഫിക് ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് അതത് യാത്രാ ദിശയുടെ ഇടതുഭാഗത്ത് തന്നെയുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ അവരുടെ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് പള്ളിയിലേക്ക് വരണമെന്നുള്ള പൊതു നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. കുടിവെള്ളം, ഇലക്ട്രിസിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഒരു കുറവുമില്ലാത്ത വിധം ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അദ്ദേഹം ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും. കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നുവെങ്കിലും ചികിത്സയ്ക്കായുള്ള വൻ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം. കാശി, കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ, ലോകനാഥൻ IAS, പതാക, മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സീരിയൽ രംഗത്തും സജീവമായിരുന്നു. തൃശൂർ അശ്വിനി ആശുപത്രി ജംഗ്ഷനിൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കായംകുളത്ത് നിന്നും പട്ടാമ്പിയിലേക്ക് ആക്രി സാധനങ്ങൾ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ആളപായമില്ല. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. തൃശൂർ പൂരക്കഥകളിലും തൃശൂരിന്റെ ആനക്കഥകളിലും താരമാണ് ചെങ്ങല്ലൂർ രംഗനാഥൻ. 108 വർഷങ്ങൾക്ക് മുൻപ് ചരിഞ്ഞ രംഗനാഥന്റെ ഗാംഭീര്യം അറിയണമെങ്കിൽ തൃശൂരിലെ മ്യൂസിയത്തിൽ വന്നാൽ മതി. തൃശൂർ പൂരത്തിൽ ഉൾപ്പെടെ എഴുന്നള്ളിച്ച് കേരളത്തിലെ നാട്ടാനപ്രമാണിയായി മാറിയ രംഗനാഥൻ ചെരിഞ്ഞത് 1917-ലാണ്. തൃശൂരിലെ മ്യൂസിയത്തിൽ വന്നാൽ ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന ഭീമാകാരനായ കൊമ്പന്റെ അസ്ഥികൂടം കാണാം. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് കാവേരിയാറ്റിൽ നിന്നും അഭിഷേക ജലം കൊണ്ടുവന്നിരുന്ന രംഗനാഥനെ 1905-ൽ അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കാരാണ് 5000 രൂപയ്ക്ക് വാങ്ങി കേരളത്തിൽ എത്തിച്ചത്. 11 അടി 4 ഇഞ്ച് ഉയരമുണ്ടായിരുന്നു ഈ കൊമ്പനെ. ആറാട്ടുപുഴ പൂരത്തിനിടെ കൂട്ടാനയുടെ കുത്തേറ്റാണ് രംഗനാഥൻ ചെരിഞ്ഞത്. വലിപ്പത്തിൽ വമ്പനായ രംഗനാഥന്റെ അസ്ഥിപഞ്ജരം സൂക്ഷിക്കണമെന്ന് അന്നത്തെ റെസിഡന്റ് കമ്മീഷണർ തീരുമാനിക്കുകയായിരുന്നു. വീണ്ടും ഒരു പൂരക്കാലത്ത് രംഗനാഥൻ നിറയുന്നുണ്ട് തൃശൂരിലെ ആനക്കഥകളിൽ. ശ്രീരംഗത്ത് നിന്നും എത്തിച്ച രംഗനാഥൻ 12 വർഷക്കാലമാണ് തൃശൂരിലുണ്ടായിരുന്നത്. ഇക്കാലയളവിലൊന്നും ഒരു ആക്രമണവും ഈ കൊമ്പൻ നടത്തിയിട്ടില്ലെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 1917-ൽ ചരിഞ്ഞ രംഗനാഥന്റെ വേർപാടിനെ ഇക്കൊല്ലം 108 വർഷം തികയുകയാണ്.
തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടന മികവുകൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 62ാമത്തെ പ്രദർശനമാണ് ഇത്തവണത്തേത്. പൂരം പോലെ തന്നെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നതാണ് ഓരോ പൂരം പ്രദർശനവും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനമാണ് തൃശൂർ പൂരം പ്രദർശനം. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വദേശി പ്രദർശനമായിരുന്നു ആദ്യം. സ്വാതന്ത്ര്യാനന്തരം നഗരസഭയും പിന്നീട് ദേവസ്വങ്ങളും പൂരം പ്രദർശനം ഏറ്റെടുത്തു. 1964 ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദ്യ പ്രദർശനം നടന്നത്. പൂരം നടത്തിപ്പിനായി ഇരു ദേവസ്വങ്ങളും 2.5 കോടിയോളം രൂപ വീതം കണ്ടെത്തേണ്ടതുണ്ട്. പൂരത്തിന് വരുന്ന ചിലവിന്റെ നല്ലൊരു ഭാഗവും ഈ പ്രദർശനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കോവിഡ് കാലത്ത് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നതൊഴിച്ചാൽ ദേവസ്വങ്ങൾ ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി പൂരം പ്രദർശനം വിജയകരമായി തന്നെ നടത്താൻ കഴിഞ്ഞു. മുൻ വർഷങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും 180-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലിയനുകളുമാണ് പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ISRO, BSNL, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കേരള പോലീസ്, ജില്ലാ പഞ്ചായത്ത്, എക്സൈസ്, കാർഷിക സർവകലാശാല, വെറ്ററിനറി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും പവലിയനുകൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും പവലിയനിലുണ്ട്. റോബോട്ടിക്സ് അനിമൽസ് പ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡാം തിയേറ്ററും ഇത്തവണത്തെ പ്രത്യേക ആകർഷണങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള നിരവധി വിനോദോപാധികളും ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 40 രൂപയും പൂരത്തിന്റെ 3 ദിവസം 50 രൂപയുമാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. കൂടാതെ പ്രദർശനം കാണാൻ എത്തുന്നവർക്കായി വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. TCV തൃശൂർ. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരവിമംഗലത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ പട്ടത്താട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ അയ്യപ്പൻ എഴുത്തച്ഛൻ പതാക ഉയർത്തി. ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ TM രാജീവ്, ML ബേബി, മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ, ജിത് ചാക്കോ, ഗിരിജ മധു തുടങ്ങിയവർ സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ വാർഷിക സമ്മേളനം എഴുത്തുകാരി അനു പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് അധ്യക്ഷയായി. സെക്രട്ടറി KP ജയൻ, സുധീഷ് പറമ്പിൽ, KN നാരായണൻ, KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി EK മിനി, വൈസ് പ്രസിഡന്റുമാരായി KM അക്ബർ അലി, KR രാധിക, സെക്രട്ടറിയായി ഷൌക്കത്ത് കടങ്ങോട് എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രത്യേകിച്ചും ഈ വക ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങളിലേക്ക് പോകാതെ വളരെ സാധാരണമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ഈ വർഗീയതയുടെ അജണ്ട ബോധപൂർവം കൊണ്ടുവരികയും തമ്മിൽ തല്ലുന്ന തരത്തിലുള്ള, വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള, ചിതറിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏത് സംഘടന എടുത്തു നോക്കൂ. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം ഇവിടെ മതത്തിൻ്റെ പേരിൽ തുടർന്നു പോകുന്ന സംഘടനകളെക്കുറിച്ച്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, സംഘടന കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ സംഘടന പോലും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. കേരള മുസ്ലിം ജമാഅത്ത് കയ്പമംഗലം സോൺ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു. PSK മൊയ്തു ബാഗവി മാടവന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് കയ്പമംഗലം സോൺ പ്രസിഡന്റ് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷനായി. അലവി സഖാഫി കൊളത്തൂർ, മുസ്തഫ കോഡൂർ, അൻവർ സാദത്ത് സൈദി, അബ്ദുസലാം സഖാഫി തൂവക്കാട്, മദലകം മഹല്ല ഖത്തീബ് അബ്ദുസലാം ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടുള്ള പ്രവർത്തകരെ, സംഘാടകരെ, നേതാക്കളെ, സഹകാരികൾ, സഹായികൾ. തിരൂർ സെന്റ് തോമസ് ഇടവക പള്ളിയുടെ പുതിയ വൈദിക മന്ദിരം സാന്തോം പാരിഷ് ഭവന്റെ ആശീർവാദം നടന്നു. തൃശൂർ അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദം നിർവഹിച്ചു. ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സഹവികാരി ആൻസൺ ജോൺ എരണക്കുഴിയിൽ, കൈക്കാരന്മാരായ ആന്റണി പടുതല, വില്യംസ് ചിറ്റാട്ടുകര, ലിയോപോൾ പൂപ്പാടി എന്നിവർ നേതൃത്വം നൽകി.
കൊടകര തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ജിനു വെണ്ണാട്ടുപറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയിൻ കടവിൽ സഹകാർമ്മികനായിരുന്നു. ഈ മാസം 10, 11 തീയതികളിലാണ് തിരുനാൾ. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദി ദശദിന ക്യാമ്പിന് സമാപനമായി. സിനിമാ സീരിയൽ താരം രമാദേവി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുധി പന്തക്കൽ അധ്യക്ഷത വഹിച്ചു. 29 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച അംഗൻവാടി അധ്യാപിക കെ ഭാർഗവിക്ക് യാത്രയയപ്പ് നൽകി. രഞ്ജിത്ത് പണിക്കർ കളരിക്കൽ, കൌൺസിലർമാരായ കെ അജിത് കുമാർ, കെ ഗോപാലകൃഷ്ണൻ, NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എന്തൊക്കെയോ നേടാനുള്ള വ്യഗ്രതയോടുകൂടി എന്നിട്ട് എന്തൊക്കെ നേടുന്നു. നെല്ലുവായ് ഗ്രാമീണ വായനശാലയിൽ വായനാ വസന്തം പദ്ധതിക്ക് തുടക്കമായി. എല്ലാ വീടുകളിലുമെത്തി വായനക്കാരിലേക്ക് പുസ്തകങ്ങൾ നേരിട്ടെത്തിക്കുക എന്നതാണ് വായനാ വസന്തം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. സെക്രട്ടറി അജു നെല്ലുവായ്, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു, പഞ്ചായത്ത് അംഗം MK ജോസ് എന്നിവർ പങ്കെടുത്തു. YKC ചേലക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സമ്മർ ഫുട്ബോൾ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫിറോസ്, ജിഷ്ണു മോഹൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. CPI ബ്രാഞ്ച് സെക്രട്ടറിയും ക്ലബ് രക്ഷാധികാരിയുമായ അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രം. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ ലിയോ പുത്തൂർ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അന്തിക്കാട് മാത്യു ജോൺസൺ, കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ്, വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ മെയ് ദിന പുരസ്കാരങ്ങൾ മികച്ച തൊഴിൽ ദാതാവ് M. അനിൽ, മികച്ച തൊഴിലാളി KA അലി എന്നിവർക്ക് ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KA ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന 4ാമത്തെ ജലയാനം നീന്തൽ പരിശീലനം ആരംഭിച്ചു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് K. മണികണ്ഠന്റെ അധ്യക്ഷതയിൽ നീന്തൽ പരിശീലകനും തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ M. വിജയപ്രകാശ്, PN ഗോകുലൻ, സുഭാഷ് പുഴയ്ക്കൽ, KV വത്സലകുമാർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൂരത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. 6 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. അത്താണി വ്യവസായ എസ്റ്റേറ്റിലെ അനധികൃത മരമുറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ മുറിച്ച മരങ്ങൾ രാത്രി കടത്താൻ ശ്രമിച്ചതായും ആരോപണം. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമായി. നമസ്കാരം.